ഏകദേശം 4 വർഷത്തോളമായി കേട്ടോ ഞാൻ പ്രതിലിപിയുടെ ലോകത്തേക്ക് വന്നിട്ട്. അന്ന് ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ സമയം കിട്ടുമ്പോഴത്തേക്കൊക്കെ പ്രതിലിപിയിൽ കഥകൾ വായിക്കാറുണ്ട്. ഒരുപാട് കഥകൾ, അതായത് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കഥകൾ വായിച്ച് തീർത്തിട്ടുണ്ട്. വായന അത്രയ്ക്കും എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. എത്ര ഉറക്കമൊഴിഞ്ഞൊക്കെ വായിക്കാനൊക്കെ എനിക്ക് ഭയങ്കര അത്രയ്ക്കും ഇഷ്ടമായിരുന്നു വായന. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നത്. ചെറിയൊരു ആക്സിഡൻറ്റ്. അതിൽ കാലിലെ ലിഗമെൻറ്റ് വലിഞ്ഞു പോയി. അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാതെ കുറേ നാൾ വീട്ടിലിരുന്നു. ആ സമയത്താണ് എന്തുകൊണ്ട് പ്രതിലിപിയിൽ എഴുതിക്കൂടാ എന്നൊരു ചിന്ത വന്നത്. ഈ കഥകളൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിലും ചെറിയ ചെറിയ ത്രെഡൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നൊരു ചിന്ത വന്നു. പക്ഷേ ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉപന്യാസ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള, രചനാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്കുള്ളൂ. എങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കാം എന്ന് കരുതി ഞാൻ ആദ്യത്തെ കഥ എഴുതി. ശരിക്കും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കഥ എഴുതുന്ന കാര്യം. അതുമാത്രമല്ല, ഇതിൽ കൂടി നമുക്ക് വരുമാനം കിട്ടുമെന്നൊന്നും എനിക്കന്ന് അറിഞ്ഞുകൂടായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞുകൂടായിരുന്നു. ഇതിലാരെയും എനിക്ക് എഴുത്തുകാരെ ഒന്നും എനിക്ക് അല്ലാതെ പരിചയമില്ല. ജസ്റ്റ് അവരുടെ കഥ വായിക്കുന്നു, ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് പെട്ടെന്ന് പേര് മഞ്ചാടി എന്നൊക്കെ ഇട്ടിട്ട് അങ്ങ് കഥ എഴുതി തുടങ്ങിയത്. ആദ്യത്തെ കഥയൊക്കെ വായിക്കാൻ വേണ്ടി വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നെങ്കിലും പോകെ പോകെ കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം, കിട്ടിയ അഭിപ്രായങ്ങളൊക്കെ നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര താല്പര്യമായി. ഒരു കഥ എഴുതി തീർന്നിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് കേട്ടോ, കഥ എഴുതുകയാണ് ഇതിലെന്ന്. അപ്പോൾ എനിക്കതിൽ സന്തോഷമാണെന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളിയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഏറ്റവും ഞെട്ടിപ്പോയതെന്ന് വെച്ചാൽ, ഒരു ജനുവരി 1-ാം തീയതി എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 499 രൂപ എനിക്ക് വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നേ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. വെറും 499 രൂപയാണ് അതിനു മുമ്പ് ജോലി ചെയ്ത് പൈസ വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എങ്കിലും ഇങ്ങനെ കഥ എഴുതിയിട്ട് എനിക്ക് അതിൽ നിന്ന് പൈസ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അന്ന് തൊട്ട് ഞാൻ ഇന്നോളം കഥകൾ എഴുതുന്നുണ്ട്. ഇന്നെനിക്ക് പ്രതിലിപിയിൽ നിന്ന് മാസം ഒരു 5 സംഖ്യ കൃത്യമായിട്ട് വരുമാനമായിട്ട് എനിക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ മോൻ ജനിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ എഴുതുന്നത്. മാക്സിമം അധികം ഗ്യാപ്പില്ലാതെ ഇടാൻ നോക്കുന്നുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ മോനൊക്കെ സുഖമില്ലാതെയൊക്കെ വരുമ്പോഴത്തേക്കും 1-2 ദിവസങ്ങളിലൊക്കെ ഗ്യാപ്പ് വരാറുണ്ട്. എങ്കിലും എനിക്കൊരു കൃത്യമായ വരുമാനം പ്രതിലിപിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥകളിൽ നിന്ന് മാത്രമല്ല, മുൻപ് എഴുതി വെച്ചിട്ടുള്ള കഥകളിൽ നിന്നും കൂടിയാണേ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ജോലിയൊന്നും ഇല്ലല്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലേ, കുഞ്ഞുങ്ങളെ നോക്കി പഠിച്ചിട്ട് എന്ത് കാര്യം, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലേ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ വെറുതെ ഇരിക്കുകയല്ല, ഞാനും ജോലിയാണ് കേട്ടോ. പ്രതിലിപിയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട എഴുത്തുകാരിയാണ്. ഏകദേശം 19,000-ൽ കൂടുതൽ ഫോളോവേഴ്സുള്ള ഒരു എഴുത്തുകാരിയാണ്. ചിലപ്പോൾ അതിലുള്ള ബാക്കി എഴുത്തുകാരികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ഫോളോവേഴ്സൊക്കെ കാണുള്ളായിരിക്കും. എങ്കിലും എനിക്ക് ഭയങ്കര അഭിമാനമായിട്ട് പറയാൻ പറ്റും കേട്ടോ, ഞാനൊരു എഴുത്തുകാരിയാണെന്ന്.